ഫൈനലി നമ്മൾ ആ വെള്ളച്ചാട്ടം എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആളുകളൊക്കെ കൂടി ഇരിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് പേര് ഇവിടെയും അവിടെയൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് വണ്ടി എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യാം. ഇവിടെ വയ്ക്കാം. സെറ്റ്. നല്ല ആംബിയൻസ് ഉണ്ട് കേട്ടോ. ഒരു ഡാർക്ക്നെസ്സും കൊള്ളാം. നല്ല സൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ തേങ്ങയാണ് വീഴൂ. തേങ്ങയൊന്നും ഇല്ല, കുഴപ്പമില്ല. ഓഫാക്കി ചാടിയെടുത്തു. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലത്ത് മാങ്കാട് നിന്നും വരുന്ന തോടാണ്. ഈ വാട്ടർ ഫാൾസൊക്കെ സംബന്ധിച്ച് നേരെ തിരുവനന്തപുരത്തെ ചിറ്റാറിൽ ചെന്ന് ചേരുമെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫുള്ള് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഫുള്ള് റബ്ബർ കാടിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഫാൾസ് ഒഴുകുന്നത് തന്നെ. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. നമുക്ക് വെള്ളച്ചാട്ടത്തിന് താഴെ നമുക്ക് ചെന്ന് നോക്കാം അവിടെ എങ്ങനെയുണ്ട്. നല്ല മുള ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്തുള്ള വഴികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ മുളയൊന്നുമല്ല കേട്ടോ, ഈ സ്റ്റീല് കമ്പി അങ്ങനെ എന്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് താഴോട്ട് പോയി നോക്കാം. ഈ സ്റ്റെപ്പ് ഇറങ്ങി തീർന്ന് പറഞ്ഞ കുറച്ച് പാറകൾ കാണും. അത് ഇറങ്ങിയാണ് നമുക്ക് താഴോട്ട് മെയിൻ സ്പോട്ടിലെത്താൻ. അപ്പൊ നമ്മുടെ കൂടെ ഒരു ആള് വരുന്നുണ്ട്. വലിയ തിരക്കൊന്നുമില്ല, എന്നാലും ആളുകൾ വന്നും പോയി ഇരിക്കുന്നുണ്ട്. സോ അപ്പം നമ്മൾ വാട്ടർഫാൾസിൻ്റെ മെയിൻ ഫേസിലോട്ടോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് പാറക്കൂട്ടങ്ങളൊക്കെ ചാടി ഇറങ്ങാനുണ്ട്. ഇപ്പൊ കുറച്ച് നാളായിട്ട് മഴയില്ലാത്തതുകൊണ്ട് വലിയ പായലൊന്നുമില്ല. ഇവിടെ ഫുള്ള് മാത്രമല്ല നല്ല ക്ലീനഡാണ്. പ്ലാസ്റ്റിക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് കേട്ടോ വൗ. ഈ ഒരു ആലുണ്ടോ, ഇതാണ് കേട്ടോ ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ.
ഈ വെള്ളച്ചാട്ടത്തിന്റെ ഈ ഒരു ഭംഗി കൂട്ടാൻ എക്സ്ട്രാ നിൽക്കുന്ന ഒരു മരമായിട്ടാണ് തോന്നുന്നത്. അതിന്റെ ആംബിയൻസ് തന്നെ അതങ്ങ് മാറ്റിക്കളഞ്ഞു. ഈ സീസണിൽ നല്ല വെള്ളമുണ്ട് കേട്ടോ. വാട്ടർഫാൾസ് ഒക്കെ നല്ല വെള്ള കളറിൽ തന്നെ പതഞ്ഞൊഴുകുന്നുണ്ട്. 2 ദിവസം മഴയില്ലാതിരുന്നേ ഉള്ളു. അതിനു മുമ്പെല്ലാം നല്ല മഴ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇതായിരിക്കണം. ഇടയ്ക്കൊക്കെ വരാൻ നേരത്ത് ഇവിടെ കുറച്ച് വെള്ളം കുറവായിരിക്കും. അപ്പം അതിൻ്റെ സെൻട്രലിൽ തന്നെ കുറച്ച് പാറകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും ഒക്കെ എടുത്ത് ചാടുന്നുണ്ട്. ഫുള്ള് എൻജോയ്മെന്റ് ആണ് ഇവിടെ. അവർ ചാടുന്ന ഒരു സ്പോട്ടുണ്ടോ, അവിടെ കുറച്ച് സ്ഥലം മാത്രം എനിക്ക് തോന്നുന്നു കുറച്ച് താഴ്ചയുണ്ട്. അതായത് ചാടിയിലൊന്നും ഒന്നും അതാ അവിടെ കണ്ടോ, അവിടെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഈ അങ്ങേ അറ്റം മൊത്തം പാറയാണെന്ന് തോന്നുന്നു. അവിടെ ഒന്നും ജമ്പ് ചെയ്യാൻ പറ്റത്തില്ല. മറിഞ്ഞൊക്കെ ചാടുക. ഇവിടെ ഏതോ ദൈവങ്ങളുടെയൊക്കെ പ്രതിഷ്ഠയുണ്ട്. നമുക്ക് അവിടെയൊക്കെ ചെന്നൊന്ന് നോക്കിയിട്ട് വരാം. ക്ലോസ്ഡ് ആണ് കേട്ടോ. അവിടെ കണ്ടോ ശ്രീനാരായണ ഗുരുവിന്റെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനൊക്കെ പറ്റും കേട്ടോ. എന്താ ഇവിടെ ഈ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ വാട്ടർഫാൾസിന്റെ ആ സൗണ്ടും ആ വ്യൂസ് ഒക്കെ ഇങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള കുറച്ച് തിരക്കൊന്നുമില്ല കേട്ടോ. താഴെയാണ് എല്ലാവരും. അതുവഴിയാണെന്ന് തോന്നുന്നു എല്ലാവരും കയറുന്നത്. ഇവിടെ കുഴപ്പത്തിൽ അത്ര ആളുകളൊന്നുമില്ല. പിന്നെ വന്നിട്ട് അവിടെ കുറച്ച് പേരൊന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർ കയറും തോന്നുന്നു. ഇവിടെയൊക്കെ പാർക്ക് ചെയ്ത് വെക്കാൻ വണ്ടി വന്ന് ഞാൻ അവിടെ നിന്ന് വണ്ടി വെച്ചിരുന്നു. എന്തായാലും ഇതിനടുത്തുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണണം, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്ന് നിൽക്കാം. അതിനുള്ള സൗകര്യങ്ങളും ഇവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കാണണം. ഇവിടെ ഒരു ബണ്ടുണ്ട് കേട്ടോ. എന്താ ഇവിടെ അതിനപ്പുറത്തൊക്കെ ആൾക്ക് ഇറങ്ങാൻ പറ്റും. സോ ഇന്നത്തെ വ്ളോഗൊക്കെ ഇത്ര തന്നെയാണ്.